ആക്ഷന് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയ ഒരു പടമാണ്. അതുകൊണ്ട് കണ്ടേക്കാം. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കണ്ടേക്കാം. ആക്ഷൻ സീക്വൻസ് ഒക്കെ പക്കയായിരുന്നു. ഫ്ലെയിം ത്രോവറിന്റെ സീനൊക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ല പടമാണ്. ആക്ഷൻ സീൻസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷന് വേണ്ടി മാത്രമായിട്ട് ഇറക്കിയ ഒരു പടമാണ്. അതുകൊണ്ട് കണ്ടേക്കാം. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കണ്ടേക്കാം. വിഷ്വൽസ് ഒക്കെ എങ്ങനെയുണ്ട്? വിഷ്വൽസ് എല്ലാം നൈസ് തന്നെ. എങ്ങനെയാണോ നമ്മൾ ജോൺ വിക്ക് ഫ്രാഞ്ചൈസിൽ ആ ഫ്രെയിംസ് എല്ലാം ഉള്ളത് അതേപോലെ തന്നെ ഇതിലുള്ളത്. ഇതിലങ്ങനെ സ്റ്റോറി അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ എന്തുവാ ആക്ഷൻ സീൻസ് ഇതിൽ ടോപ്പ് നോച്ചാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ പക്കയായിരുന്നു. ഫ്ലെയിം ത്രോവറിന്റെ സീനൊക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ ആ ഗ്രനേഡ് സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓസം. ക്ലൈമാക്സും കൊള്ളാം. പക്ക തിയേറ്റർ പഞ്ച് ആയിട്ട് വന്നില്ല, പക്ഷെ ക്ലൈമാക്സ് വാസ് ഗുഡ്. പടം കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ആക്ഷൻ സീക്വൽ ആയിരുന്നു. ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയത്തുള്ളൂ. അന ഡി ആർമസ് ആസ് എൻ ആക്ട്രസ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാരക്ടർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ കെമിയോ റോൾസ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. പിന്നെ കുറച്ച് ഹിന്റ് ഉണ്ട്, അടുത്ത സീക്വലിൻ്റെ ആയിട്ട് കുറച്ച് ഹിൻസ് ഉണ്ട്. നല്ല നല്ല സിനിമയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഞാൻ ഫ്രണ്ട്സോട്ട് വന്നേ, അപ്പം എനിക്ക് വൈബായിരുന്നു, കുഴപ്പമില്ല. പ്രതീക്ഷയിലും കൊള്ളാം. ആക്ച്വലി വലിയ പ്ലോട്ട് പ്രതീക്ഷ പോയില്ല, എന്നാലും സെക്കൻഡ് ഹാഫിന് അത്യാവശ്യം പ്ലോട്ടൊക്കെ ഉണ്ട്. ആക്ഷൻ സീക്വൻസ് എങ്ങനെയുണ്ട്? എങ്ങനെ ആക്ഷൻ സീക്വൻസ് കൊള്ളാം. അത് എക്സ്പെക്ട് ചെയ്താലേ പോകുന്നത്, അപ്പോൾ കൊള്ളാം. ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? ക്ലൈമാക്സ് കുഴപ്പമില്ല, കൊള്ളാം. അടുത്തൊരു പാട്ടിന് വേണ്ടിയുള്ളത് എന്തെങ്കിലും ഉണ്ട്, അതിനുള്ളതുണ്ട്.